സർപ്പശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ. സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പുറപ്പാട് പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 8 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ യഹോവ മോശയോടും അഹരോനോടും ഫറവോൻ നിങ്ങളോട് ഒരു അത്ഭുതം കാണിപ്പാൻ എന്ന് പറഞ്ഞാൽ നീ അഹരോനോട് നിന്റെ വടിയെടുത്ത് ഫറവോന്റെ മുമ്പാകെ നിലത്തിടുക എന്ന് പറയണം. അത് ഒരു സർപ്പമായി തീരും എന്ന് കൽപ്പിച്ചു. 10-ാം വാക്യത്തിൽ അങ്ങനെ മോശയും അഹരോനും ഫറവോന്റെ അടുക്കൽ ചെന്ന് യഹോവ തങ്ങളോട് കൽപ്പിച്ചതുപോലെ ചെയ്തു. അഹരോന്റെ വടി ഫറവോന്റെയും അവന്റെ ഭൃത്യന്മാരുടെയും മുമ്പാകെ നിലത്ത് ഇട്ടു. അത് സർപ്പമായി തീർന്നു. 11-ാം വാക്യത്തിൽ അപ്പോൾ ഫറവോൻ വിദ്വാൻമാരെയും ശുദ്രക്കാരെയും വിളിപ്പിച്ചു. മിശ്രമ്യ മന്ത്രവാദികളായ ഇരുവരും തങ്ങളുടെ മന്ത്രവാദത്താൽ അതുപോലെ ചെയ്തു. 12-ാം വാക്യത്തിൽ അവർ ഓരോരുത്തൻ താന്താൻ്റെ വടി നിലത്തിട്ടു. അവയും സർപ്പങ്ങളായി തീർന്നു. എന്നാൽ അഹരോന്റെ വടി അവരുടെ വടികളെ വിഴുങ്ങിക്കളഞ്ഞു. 13-ാം വാക്യത്തിൽ ഫറവോന്റെ ഹൃദയമോ യഹോവ അരുളി ചെയ്തതുപോലെ കഠിനപ്പെട്ടു, അവൻ അവരെ ശ്രദ്ധിച്ചതുമില്ല. I2I ന്യൂസ് ചാനൽ നമുക്ക് കേൾക്കാം. ഇവനിൽ വ്യാപരിക്കുന്നത് പിശാചാണ്, സാത്താനാണ്. വെളിച്ചതൂവിന്റെ വേഷം ധരിക്കുമെന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ചെയ്യുന്ന കാര്യമാണിത്. ഇവൻ പറയുന്ന പ്രവചനം ഫലിച്ചേക്കാം. കാരണം പിശാചുക്കൾ പറയുന്നതും ഫലിക്കുന്നുണ്ടല്ലോ. പിശാചിനും കാര്യങ്ങൾ അറിയാൻ പറ്റും. മോശയുടെ കാലത്ത് മോശ കാണിച്ച അത്ഭുതം പിശാചും കാണിച്ചല്ലോ. അത്ഭുതങ്ങൾ കാണിക്കുന്നത് കൊണ്ട് ഒരാളിനെ അംഗീകരിക്കണമെന്നില്ല. യേശു തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. ഭൂതങ്ങളെ പുറത്താക്കുക മാത്രമല്ല, മരിച്ചവരെ ജീവിപ്പിച്ചത് പോലും യേശു എതിർത്തായിട്ട് പറയുന്നുണ്ട്. ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നെ വിട്ടു പോകുവീൻ എന്ന് തീർത്തു പറയുമെന്ന് യേശു കർത്താവ് തന്നെ പറഞ്ഞത് ബൈബിളിൽ എഴുതിയിട്ടുണ്ടല്ലോ. പിന്നെ ഒരു പനി പോകുന്നതാണോ അത്ഭുതം? മരിച്ചവരെ ജീവിപ്പിച്ചാൽ പോലും യേശു കർത്താവ് പറയുന്നുണ്ട്, യേശുവിന്റെ ഉപദേശം അംഗീകരിക്കാത്തവരൊന്നും യേശുവിന്റെ ആൾക്കാരല്ല. അത്ഭുതങ്ങൾ കാണിക്കുന്നത് അല്ല വിഷയം, ജീവിതമാണ്. ഇവൻ പ്രവർത്തിക്കുന്നതും ഇവൻ ജീവിക്കുന്നതും ഇവൻ ആഗ്രഹിക്കുന്നതും എന്തുവാണ്? ദൈവവചന വിരുദ്ധമായ കാര്യങ്ങളാണ്. യേശുവിന് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളല്ല. യേശുവിന്റെ കൂടെ യൂദ നടന്നപ്പോഴും യേശുവിനെ അറിയാൻ ഇവൻ കള്ളനാണെന്നുള്ളത്. പക്ഷെ യേശു മൗനമായിട്ടിരുന്നത് അന്ത്യ ന്യായവിധിക്ക് വേണ്ടി കണ്ടുവച്ചിരുന്നതാണ്. അവൻ നിത്യനാശത്തിന് അടിമയായിട്ട് പോയി, അത് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അവനും 12 ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ യേശുവിനോടൊപ്പം ഉണ്ടായിരുന്ന വ്യക്തിയാണ്. പക്ഷെ അവൻ പിശാചായിരുന്നു. അതുപോലെ ഇവൻ പെന്തക്കോസ്തുകാർക്ക് ആക്ഷേപം വരുത്താനായിട്ട് പെന്തക്കോസ്തിന്റെ പേരും പറഞ്ഞു നടക്കുന്നതാണ്. ഇവൻ കള്ളനാണ്. എനിക്ക് അതേ പറയാനുള്ളൂ. ഇവൻ വെറും കള്ളനാണ്. ഫറവോന്റെ അടിമത്വത്തിൽ നിന്നും ഇസ്രായേൽ ജനത്തെ വിട്ടയക്കുവാൻ ഫറവോൻ ഒരു അവസരം കൊടുക്കുവാൻ യഹോവയായ ദൈവം തീരുമാനിച്ചു. അഹരോന്റെ വടി സർപ്പമായി തീരുവാൻ മോശ കാണിച്ച അത്ഭുതങ്ങളെ അനുകരിക്കുവാൻ ഫറവോന്റെ മിശ്രമ്യ മന്ത്രവാദികൾക്ക് കഴിഞ്ഞപ്പോൾ ഫറവോൻ അഹങ്കരിച്ചു. മന്ത്രവാദികൾക്ക് പിശാചിനെ കൊണ്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തിക്കാമെന്ന് മനസ്സിലായല്ലോ. ഈ മന്ത്രവാദികളെ കുറിച്ച് 2 തിമോത്തിയോസ് 3-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യത്തിൽ എന്നേസും എംബ്രേസും മോശയോട് എതിർത്തു നിന്നതുപോലെ എന്നാൽ ഫറവോന്റെ മന്ത്രവാദികളുടെ സർപ്പങ്ങളെ അഹരോന്റെയും മോശയുടെ വടി വിഴുങ്ങിക്കളഞ്ഞു. ജോൺ ജോർജായ ടിനു ജോർജിന്റെ പൈശാചിക
സാത്താൻ സേവാ കേന്ദ്രം I2I ന്യൂസ് ചാനൽ സുനിൽ മാത്യു പറയുന്നു. ജോൺ ജോർജ് ആൾമാറാട്ടം നടത്തി ടിനു ജോർജ് ആയ ചരിത്രം. കൊട്ടാരക്കരയിലൂടെ ഒരു കാലത്ത് മൂക്കളെ ഒലിപ്പിച്ച് നടന്ന ജോൺ ജോർജ് എന്ന ഇത്താപ്പിരി ചക്കനാണ് ടിനു ജോർജ് എന്ന അപ്പോത്തുലിയൻ എന്ന് നാട്ടുകാർക്ക് പോലും വിശ്വസിക്കുവാൻ പ്രയാസമാണ്. കാരണം അവർ സ്വപ്നത്തിൽ പോലും കരുതിയില്ല ഇവൻ ഇപ്രകാരം ഒരു ഉടായിപ്പുകാരനായി രംഗത്ത് വരുമെന്ന്. പഴയ കോലവും ഇപ്പോഴത്തെ ഭാവവും കണ്ടാൽ പെറ്റ തള്ള പോലും തിരിച്ചറിയില്ല. ഇന്ന് I2 ന്യൂസ് പരിശോധിക്കുന്നത് ആരാണ് ഈ ടിനു ജോർജ് എന്ന അപ്പോത്തുലിയൻ എന്നാണ്. രൂപം മാത്രമല്ല, പഴയ പേര് പോലും മാറ്റി മൊത്തത്തിൽ മേക്ക് ഓവർ നടത്തിയ വ്യക്തിത്വമാണ് ടിനു ജോർജ് അപ്പോത്തുലിയൻ്റേത്. ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ജോൺ ജോർജ് എന്നാണ്. വീട്ടിൽ വിളിച്ചുകൊണ്ടിരുന്ന പേരായിരുന്നു ടിനു ചുട്ടൻ. ടിനു എന്ന വിളിപ്പേര് കേൾക്കുമ്പോൾ ഒരു ഓമനത്തം തോന്നും എന്ന് ഒരു അമ്മമ്മ പറഞ്ഞത് കേട്ടാണത്രേ ലവൻ പേര് മാറ്റി ടിനു ആയത്. ഇവന്റെ വല്യപ്പൻ പാപ്പി കൊട്ടാരക്കരയിലെ ഒരു ചെറിയ കുരുമുളക് കച്ചവടക്കാരനായിരുന്നു. അപ്പൻ ജോർജ് കുട്ടി പണ്ട് ഗൾഫിലായിരുന്നു, പിന്നീട് നാട്ടിൽ തിരിച്ചെത്തി. ഒരു സാധാരണ മാർത്തോമ കുടുംബാംഗം. പക്ഷേ ഇന്ന് ഇവൻ തള്ളിമറിക്കുന്നത് ഇവൻ ഏതോ രാജവംശത്തിലെ തായ് വഴിയാണെന്നാണ്. ജോൺ ജോർജ് എന്ന ടിനു ജോർജ് കൊട്ടാരക്കര ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്നു. ആദ്യ തവണ 10ാം ക്ലാസ്സിൽ തോറ്റുപോയി. അത് 1998 തുടർന്ന് പഠനം പാരലൽ കോളേജിലായിരുന്നു. അങ്ങനെ നടക്കുമ്പോഴാണ് എങ്ങനെയോ ഇവന് പൈശാചിക ബാധ ഏൽക്കുന്നത്. കൊട്ടാരക്കര മാർത്തോമ പള്ളി അംഗമായിരുന്ന ഈ കുടുംബത്തെ പിന്നീട് മാർത്തോമ സഭ പുറത്താക്കുകയായിരുന്നു. ആഫ്രിക്കൻ വംശജരുടെ അടുത്തുപോയി സാത്താൻ സേവ പഠിച്ചാണ് ഇവൻ കൊട്ടാരക്കരയിൽ ആദ്യം കുടിൽ വ്യവസായമായി വചനക്കച്ചവടം ആരംഭിക്കുന്നത്. ഇവൻ പ്രഘോഷിക്കുന്നത് ക്രിസ്തുവിനെയല്ല, അന്തിക്രിസ്തുവിനെയാണ്. ആഫ്രിക്കൻ വംശജരുടെ പൈശാചിക കേന്ദ്രത്തിൽ പരിശീലനം. പല വിധത്തിലുള്ള സാത്താൻ സേവകളെ ഓരോരോ ആവശ്യങ്ങൾക്കും വിളിക്കും. കാരണം വിശുദ്ധ ബൈബിളിൽ സാത്താനെ കുറിച്ച് ധാരാളം കാര്യങ്ങൾ വചനത്തിലൂടെ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. അതുകൊണ്ട് സാത്താനും ബൈബിൾ ഉപയോഗിക്കാം. സാത്താനും ബൈബിൾ ഉപയോഗിക്കുവാനുള്ള അവകാശം ഉണ്ട്. മരണത്തിന്റെ അധികാരിയായ പിശാചിന് തുല്യം സർപ്പം തന്നെ. നിങ്ങൾ വീഡിയോയിലൂടെ കണ്ടുവല്ലോ. ശത്രു നിഗ്രഹം, ഉറപ്പ്, സാത്താൻ സേവ, എതിർ പ്രാർത്ഥന, പാതാളത്തിൽ കിടക്കുന്ന വേതാളത്തെ വിളിച്ചു വരുത്തി നിഗ്രഹിക്കൽ, വെളിച്ചദൂതന്റെ വേഷം കെട്ടൽ, അന്യദേവ സേവ, പുണ്യവാള സേവ, കടമറ്റത്ത് കത്തനാർ, ജിന്ന്, ആഭിചാരം, ഇങ്ങനെ കുറേ ഉണ്ട്. ഹല്ലേലൂയ. മറുനാടൻ മലയാളി ന്യൂസ് ചാനൽ സാജൻ സ്കറിയയുടെ വാക്കുകൾ നമുക്ക് കേൾക്കാം. യേശുക്രിസ്തു നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് തനിക്കെതിരെ നിൽക്കുന്നവരെയൊക്കെ തകർക്കുമെന്ന് പറഞ്ഞു എന്ന് ഒരു ഉളുപ്പുമില്ലാതെ ഒരു മനുഷ്യൻ വിളിച്ചു പറയുന്നു. അത് കേട്ട് ശരിയാണെന്ന് കരുതി ആയിരക്കണക്കിന് ആളുകൾ ഹാലലുയ വിളിക്കുന്നു. തന്റെ മുമ്പിൽ ഇരിക്കുന്നവരെല്ലാം പൊട്ടന്മാരും വിഡ്ഢികളുമാണ്, താൻ അവരെയൊക്കെ അടിമകളാക്കി മാറ്റിയിരിക്കുന്നു എന്ന് ടിനു പാസ്റ്റർ വിശ്വസിക്കുന്നു. ഈ ടിനു പാസ്റ്റർ പറയുന്ന വിഡ്ഢിത്തം കേട്ടിട്ട് അത് ശരിയാണെന്ന് വിശ്വസിച്ച് കൈയടിക്കുന്ന വിഡ്ഢിക്കൂട്ടങ്ങളായി ഈ പരിഷ്കൃത സമൂഹത്തിലെ ജനം മാറിയിരിക്കുന്നു. എങ്ങനെ വിശ്വസിക്കാൻ കഴിയും ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നതാണെന്ന്? ഈ മഹാന്റെ മറ്റൊരു വീഡിയോ കൂടി കാണുക. ചർച്ചിന് കാശ് കൊടുക്കരുത്, ടൈത്ത് കൊടുക്കരുത് എന്നൊക്കെ ഇതിനകത്ത് നിന്നോണ്ട് അടിച്ചിറക്കുന്നവനുണ്ടെങ്കിൽ I cancel your prosperity in the name of Jesus. I block it that. I am an apostle. ഞാൻ പറഞ്ഞാൽ വിസ വരുമെങ്കിൽ, ഞാൻ പറഞ്ഞാൽ ക്യാൻസർ മാറുമെങ്കിൽ, my word is powerful. ഇതിൽ ഇദ്ദേഹം രണ്ട് കാര്യങ്ങൾ പറയുന്നു. ഒന്ന്, താൻ ക്രിസ്തുവിന്റെ അപ്പസ്തോലനാണെന്ന് പറയുന്നു. യേശു ക്രിസ്തുവിന് 12 ശിഷ്യന്മാരുണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. അതുപോലെ യേശു ക്രിസ്തുവിന്റെ നേരിട്ടുള്ള ഒരു ശിഷ്യനാണ് താനെന്ന് അവകാശപ്പെടുന്നു. എന്ന് മാത്രമല്ല, ശത്രുവിനെ നിഗ്രഹിക്കാനുള്ള അധികാരം യേശു ക്രിസ്തു ഈ ശിഷ്യന് കൊടുത്തിട്ടുണ്ടത്രേ. ഈ മിനിസ്ട്രിക്കെതിരെ, ടിനു പാസ്റ്റർക്കെതിരെ ശബ്ദിക്കുന്നവരെ ഇല്ലാതാക്കും, അവരുടെ പ്രോസ്പെരിറ്റി തിരിച്ചെടുക്കുമെന്ന്. അതായത് അവരുടെ സമ്പത്തും അവരുടെ ഉയർച്ചയും വളർച്ചയും ഒക്കെ
തിരിച്ചെടുക്കാൻ യേശുക്രിസ്തു അവകാശം കൊടുത്തിട്ടുണ്ടെന്ന്. ഇങ്ങനെയൊക്കെ പറയാനും ഇതൊക്കെ വിശ്വസിക്കാനും കഴിയുന്ന മനുഷ്യർ നമുക്കിടയിലുണ്ട് എന്നത് എത്ര ഖേദകരമാണ്. സാത്താൻ സേവക്കാരൻ പുറമെ ക്രിസ്തുവിനെ പ്രസംഗിക്കും. ടിനു ജോർജിന് എതിരെ ശബ്ദിക്കുന്നവർക്ക് നിഗ്രഹ അവകാശവും അധികാരവും നൽകിയിരിക്കുന്നത് യേശു ക്രിസ്തു എന്നാണ് പറയുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ക്രിസ്തു അല്ല, എതിർ ക്രിസ്തുവാണ്. ആഫ്രിക്കൻ വംശരുടെ പൈശാചിക മന്ത്രവടി എടുത്ത് എതിർത്ത് ശബ്ദിക്കുന്നവരെ നിഗ്രഹിക്കുന്നതിന് മുമ്പ് എതിർക്കുന്നവരുടെ യോഗം വിളിച്ചുകൂട്ടി ടിനു അപ്പോസ്തോലിയന്റെ കാൽക്കൽ വീണ് മാപ്പ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിന്നും നിങ്ങളുടെ തലമുറയിൽ നിന്നും നന്മ. ജോൺ ജോർജായ ഞാൻ നിരന്തരം ഭൂതങ്ങളെ അയച്ചുകൊണ്ടിരിക്കും. പൈശാചിക കേന്ദ്രം പണിയുവാൻ ടിനു ജോർജ് ഫറവോൻ മന്ത്രവാദിയുടെ വടിയും കൊണ്ട് ബാങ്കിൻ്റെ മുമ്പിൽ ചെന്ന് മന്ത്രവടി നീട്ടിയാൽ 8 കോടി രൂപ തങ്കുവിൻ്റെ മകൻ പറയും പ്രകാരം അക്കൗണ്ടിൽ എത്തും. എല്ലാ തിന്മകളും മാറും. അതാണ് സാത്താനിക് പൈശാചിക മാന്ത്രിക ശക്തി. എതിർക്കുന്നവരെ തകർക്കുന്ന, ഇപ്പോഴും തകർത്തുകൊണ്ടിരിക്കുന്ന വലിയൊരു മനുഷ്യ പിശാച് വമ്പൻ സ്രാവ് കത്തോലിക്ക ധ്യാന കേന്ദ്രങ്ങളിൽ കയറി ഇറങ്ങി സാത്താനിക് പൈശാചിക കെട്ടുകൾ പഠിച്ച് കടമറ്റത്ത് കത്തനാരെ കൊണ്ട് അത്ഭുതങ്ങൾ നടത്തുന്ന ഫറവോൻ മന്ത്രവാദികളുടെ മന്ത്രവടി ഏന്തി നടക്കുന്ന മുറ്റിയ എതിർ പ്രാർത്ഥനക്കാരൻ ദേവസ്യ മുല്ലക്കരയെ ഭയക്കണം. ദേവസ്യ മുല്ലക്കരയെ ഭയക്കണം. ദൈവത്തെ ഭയമില്ലാത്തവൻ എതിർത്ത നിരവധി പേരെ സാത്താനെ അയച്ച് തകർത്തു കളഞ്ഞു. കുറച്ചുപേർ വീണുകിടക്കുന്നു. കുറച്ചു പേരോട് ഇപ്പോഴും പോരാടിക്കൊണ്ടിരിക്കുന്നു. പുറപ്പാട് പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിൽ മന്ത്രവാദികളും തങ്ങളുടെ മന്ത്രവാദത്താൽ അതുപോലെ ചെയ്തു. മിസ്രയീം ദേശത്ത് തവള കയറുമാറാക്കി. i2i ന്യൂസ് ചാനൽ കാണുക. നിങ്ങൾ കാണാൻ പോകുന്നത് ദേവസ്യ മുല്ലക്കര സാറിൻ്റെ ഒരു സാത്താൻ ചക്കനെ ഓടിക്കലാണ്. 1-2 സാത്താനെ അല്ല പാച്ചർ ഓടിച്ചത്, 1400 സാത്താനെ, അതും ഒരൊറ്റ ശരീരത്തിൽ നിന്ന്. 1400 സാത്താന്മാരെയും വഹിച്ചു നടന്ന ആ മുതലിനെ ഒന്ന് കാണുക. യേശുവിന്റെ നാമത്തിൽ സാത്താൻ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ വിട്ടുപോടാ സാത്താനെ, നീ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോടാ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സാത്താന്റെ ബന്ധനങ്ങൾ ഇപ്പോൾ വിട്ടുമാറിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. സകല സാത്താന്യ ബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല സാത്താന്യ ബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ സാത്താൻ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ സാത്താൻ ഇപ്പോൾ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ സാത്താൻ ഇപ്പോൾ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, കർത്താവേ നന്ദി, നന്ദി. യേശുവിന്റെ നാമത്തിൽ സാത്താൻ ഇപ്പോൾ വിട്ടുപോകട്ടെ. ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിച്ചോ. പിശാച് ഇപ്പൊ തന്നെ വിട്ടുപോകും. ഈ സ്ത്രീയെ പല കൺവെൻഷനുകളിലും കൊണ്ടുപോയി ഭൂതത്തെ കയറ്റിവിട്ട് ഭദ്രകാളിയെ കൊണ്ട് നൃത്തം കാട്ടി പണം ധാരാളം ഉണ്ടാക്കി. തിരുവനന്തപുരത്തും എറണാകുളത്തും ഇത്തരത്തിൽ ഭദ്രകാളിയുടെ നൃത്തം
നടത്തിയിട്ടുണ്ട്. ദേവസ്യ മുല്ലക്കരയുടെ ഒരു വീഡിയോ കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുമ്പ് കാണുകയുണ്ടായി. ഭൂതം പിടിച്ച ഒരു സ്ത്രീയെ മുല്ലക്കര പ്രാർത്ഥിച്ചപ്പോൾ, ഭൂതം ഒഴിപ്പിക്കാൻ മുല്ലക്കര പ്രാർത്ഥിച്ചപ്പോൾ ഭൂതം മാറി പോയില്ല. ഭൂതം പിടിച്ച സ്ത്രീ പറഞ്ഞത് നീ പോടാ ഭൂതമേ എന്ന്. ഭൂതം പിടിച്ച സ്ത്രീ പറഞ്ഞത് നീ പോടാ ഭൂതമേ എന്ന്. കാരണം ഭൂതത്തിന് അറിയാം ഭൂതം ഒഴിപ്പിക്കാൻ വന്ന മുല്ലക്കരയ്ക്ക് ഭൂതമുണ്ടെന്ന്. അയാൾ ഭൂതവും കൊണ്ടാണ് വന്നിരിക്കുന്നത്, ഭൂതം ഒഴിപ്പിക്കാൻ. അപ്പം ആ സഹോദരിയുടെ മേല് ഭൂതം ഉണ്ട്. ആ ഭൂതം തിരിച്ചു പറയുകയാണ് നീ പോടാ ഭൂതമേ എന്ന്. ഇപ്പൊ മനസ്സിലായല്ലോ, നടന്ന കാര്യമാണ്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 11-ാം വാക്യത്തിൽ കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും. AD 73 മുതൽ 2024 വരെ എഴുന്നേറ്റിട്ടുള്ള കള്ളപ്രവാചകന്മാർ മുഖാന്തരം ലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും ആത്മഹത്യ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് ഇല്ലാതെ സ്വയമായി നിർമ്മിക്കുന്ന ഉപദേശം, ദുരുപദേശം രഹസ്യമായി പഠിപ്പിക്കും. യഥാർത്ഥ അപ്പോസ്തലന്മാരുടെ ഉപദേശങ്ങളെ കോട്ടിക്കളയും, വചനം എടുത്തു കളയും, വ്യാജം പറയും, കൊലപാതകം ചെയ്യും. ഇതിനെല്ലാം പ്രധാനം ദൈവത്തെ അനുകരിക്കുകയാണ് ലക്ഷ്യം. ദൈവത്തെ പോലെ അനുകരിക്കുക, അതാണ് ഇവന്മാർ രക്ഷപ്പെടുന്നത്. ഉള്ളിൽ പിശാചാണ്, പക്ഷേ പുറമെ ജനങ്ങളുടെ മുമ്പാകെ ദൈവത്തെ പോലെ അനുകരിക്കും. അതിലാണ് ജനം വീഴുന്നത്. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 11-ാം അധ്യായം അതിൻ്റെ 14-15 വാക്യങ്ങളിൽ സാത്താൻ താനും വെളിച്ച ദൂതന്റെ വേഷം ധരിച്ചാൽ സംശയമില്ല അവരുടെ അവസാനം അവരുടെ പ്രവൃത്തികൾക്ക് ഒത്തതായിരിക്കും. സാത്താനുമായി നല്ല കൂട്ടുകെട്ടുണ്ടാക്കി ക്രിസ്തു അപ്പോസ്തലന്റെ വെളിച്ചദൂതന്റെ വേഷം ധരിക്കും. സാത്താനുമായി നല്ല കൂട്ടുകെട്ടുണ്ടാക്കി ക്രിസ്തു അപ്പോസ്തലന്റെ വെളിച്ചദൂതന്റെ വേഷമായി മാറ്റിയെടുക്കും. ഇതിനാണ് വലിയ പൈശാചിക കേന്ദ്രങ്ങളും പള്ളികളും പണിയുവാൻ ഇവർ മുൻകൈ എടുക്കുന്നത്. ഈ പള്ളികൾക്ക് അകത്ത് ഇരുന്ന് വെളിച്ചദൂതന്റെ വേഷം ധരിപ്പാൻ കാര്യങ്ങൾ വളരെയധികം എളുപ്പത്തിൽ നടക്കും. ടിനു ജോർജ് ഏക്കർ കണക്കിന് പുരയിടം വാങ്ങി കോടിക്കണക്കിന് രൂപ മുടക്കി ധ്യാനകേന്ദ്രം പണിതു കഴിഞ്ഞാൽ അവിടെ ഇരുന്നു കൊണ്ട് സാത്താനും താനും വെളിച്ചദൂതന്റെ വേഷം ധരിച്ച് പലരെയും കൈകളിലാക്കും. എതിർക്കുന്നവരെ പിശാചിനെ അയച്ച് നശിപ്പിക്കും. മുല്ലക്കരയുടെ ഇപ്പോഴത്തെ ഇതുതന്നെയാണ് ഇപ്പോൾ ദേവസ്യ മുല്ലക്കര ചെയ്തു വരുന്നത്. കണ്ണൂർ പുളിങ്ങോം വാഴക്കുണ്ടത്തിലും എറണാകുളത്തിലും ധ്യാനകേന്ദ്രം പണിത് അതിനകത്ത് കയറിയിരുന്ന് വെളിച്ചദൂതന്റെ വേഷം ധരിച്ച് പലരെയും ഇപ്പോഴും ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നു. വെളിച്ചദൂതനായി വരുന്നത് ഞാനും കണ്ടിട്ടുണ്ട്, ചില ശുശ്രൂഷകരും കണ്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള വീഡിയോകൾ ഇടുന്നത് കൊണ്ട് എനിക്ക് എതിരെയാണ് കൂടുതലും. എന്നാൽ അതിനെല്ലാം ദൈവം തകർത്തുകൊണ്ടിരിക്കുകയാണ്.
ഈ പൈശാചികനെ കണ്ടാൽ തന്നെ ഭൂതം കയറിയിരിക്കുന്നത് കാണാം. നോക്കുക, നാശയോഗി, അധർമ്മമൂർത്തി. യെശയ്യാ പ്രവാചകൻ 47-ാം അധ്യായം അതിന്റെ 12-ാം വാക്യത്തിൽ, നീ ബാല്യം മുതൽ അധ്വാനിച്ച് ചെയ്യുന്ന നിന്റെ മന്ത്രവാദങ്ങൾ കൊണ്ടും ക്ഷുദ്ര പ്രയോഗങ്ങളുടെ പെരുപ്പം കൊണ്ടും ഇപ്പോൾ നിന്നുകൊള്ളുക. പക്ഷേ ഫലിക്കും, പക്ഷേ നീ പേടിപ്പിക്കും. നിന്റെ ആലോചന ബാഹുല്യം കൊണ്ട് നീ വലഞ്ഞിരിക്കുന്നു. നീ താളടി പോലെ നീയൊക്കെ തീക്ക് ഇരയാകും. ബാബിലോണിന്റെ പതനം പോലെ വീഴ്ചയ്ക്ക് മുമ്പേ ഉന്നത ഭാവം. ബാബിലോണിനെ നശിപ്പിക്കാൻ ദൈവം കോരസിനെ ഉപയോഗിച്ചതുപോലെ വ്യാജ അപ്പോസ്തോലിയന്മാരുടെ ധ്യാന കേന്ദ്രങ്ങളെയും പള്ളികളെയും നശിപ്പിക്കാൻ ചില മീഡിയക്കാരെയും സത്യസന്ധമായി ദൈവ ശുശ്രൂഷ ചെയ്യുന്ന ശുശ്രൂഷകരെയും യേശു ആക്കി വച്ചിട്ടുണ്ട്. പൈശാചിക സാത്താന്യ ശക്തികളുടെ വടികളെ ഇസ്രായേലിൻ്റെ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ വടി വിഴുങ്ങിയതുപോലെ പൈശാചിക കേന്ദ്രങ്ങളായ മുല്ലക്കര ദേവസ്യയുടെയും ടിനു ജോർജിൻ്റെയും ഇനിയുമുള്ള കേന്ദ്രങ്ങളെയും തകർത്ത് യേശുവിൻ്റെ സത്യസഭകളെ നിലനിർത്തും. പൈശാചിക സാത്താനിക് സഭ കേന്ദ്രങ്ങൾ പണിയാൻ അനുവദിക്കരുതേ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി